ഞാനേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കുരു പൊട്ടിയ പൊട്ടിങ്ങനെ ഒലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വീഡിയോ എന്താ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ മാതാവിന് മെഴുകുതിരി കത്തിക്കുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനോടകം അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ചെയ്തു. അപ്പോൾ കണ്ടപ്പം കുറേ റിയാക്ഷൻ വീഡിയോ നോക്കി നടക്കുന്ന അമ്മശ്ശിമാരുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് പൊട്ടി ഒലിക്കുക ചെയ്യുന്നത്, ഞാൻ മാതാവിന് മെഴുകുതിരി കത്തിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഒരു പണിയില്ലടേ? ഒരു പണിയില്ലാഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ എന്നോട് തിരിച്ചു ചോദിക്കും, നിനക്കൊരു പണിയില്ലാഞ്ഞിട്ടാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതോ ഒരു സിനിമയിലുണ്ട്, ദിലീപ് മഞ്ജു വാര്യറിൻ്റെ വീട്ടിലേക്ക് ബൈനാക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീന്, സല്ലാപത്തിലാന്ന് തോന്നുന്നു. അതേപോലെ നിങ്ങൾ ബൈനാക്കുലറും വെച്ചിട്ട് എന്നെ നോക്കി നിൽക്കുകയാണോ? എടേ, എനിക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ലടേ. ഞാനൊന്നനങ്ങിയ അത് അടുത്ത വീഡിയോ. എന്തുവാണ് സുഹൃത്തുക്കളെ, ഓരോരുത്തരുടെ വിശ്വാസമാണ്. എനിക്ക് മാതാവിനെയാണ് വിശ്വാസമെങ്കിൽ ഞാൻ മാതാവിനെ വിശ്വസിച്ചോട്ടെ. എനിക്ക് പടച്ചോനെയാണ് വിശ്വാസമെങ്കിൽ പടച്ചോനെ വിശ്വസിച്ചോട്ടെ. എനിക്ക് കൃഷ്ണനെയാണ് വിശ്വാസമെങ്കിൽ ഞാൻ കൃഷ്ണനെ വിശ്വസിച്ചോട്ടെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ വ്യക്തിയായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സായിട്ടില്ലായിരുന്നേ ഓക്കെ, ഞാൻ എന്താ പറയുക, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനായിട്ടില്ല എന്നെങ്കിലും പറയാം. ഇത് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 18 വയസ്സ്, എനിക്ക് എത്ര വയസ്സായി? 33 വയസ്സായി. എത്രങ്ങാണ്ട് കാലം കഴിഞ്ഞു. എന്നിട്ടും എന്നെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടാത്തത് എന്തേ ഗായ്സ് നിങ്ങൾ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് അന്വേഷിക്കുന്നുണ്ടോ? അല്ലേ നിങ്ങൾ ഫോണും തുറന്ന് വെച്ച് എൻ്റെ ചാനലിൽ നോക്കി നിൽക്കുകയാണോ? അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കാം. ഏതായാലും കർത്താവിന് മെഴുകുതിരി കത്തിച്ചത് ഇത്ര വലിയ പാപമായിട്ട് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസമാണ് ഓരോരോ വ്യക്തികളുടേത്. ഒരു വ്യക്തിക്ക് ഏതൊരു മതത്തെ വിശ്വസിക്കാനും ഏതൊരു മതത്തിൽ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എന്നാത്തിനാ കൊച്ചുങ്ങളെ നിങ്ങൾക്കൊക്കെ ഇത്ര പ്രശ്നം? അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. അപ്പം ഞാൻ കുരിശ് വരയ്ക്കേ, കൃഷ്ണനെ വിളിക്കേ, നിസ്കരിക്കേ, എന്തോ ചെയ്തോട്ടെ. എന്നിട്ടുണ്ടല്ലോ, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് കേരളം മതേതരത്തിൻ്റെ സ്വന്തം നാട് അല്ലേ? ഞാൻ എവിടേക്കോ കണ്ടിക്ക്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബൈനാക്കുലറും വെച്ച് എൻ്റെ അക്കൗണ്ട് നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ വീട്ടിലെ കാര്യം കൂടി അന്വേഷിക്കണം. വീട്ടിൽ ഈ പ്രാവശ്യത്തെ റേഷൻ കിട്ടിയോ? കഞ്ഞി കുടിക്കേണ്ടതല്ലേ? അപ്പോൾ യൂട്യൂബിലെ റീച്ച് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മറ്റുള്ളവൻ്റെ പച്ചിറച്ചി തിന്നുകൊണ്ട് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ നിങ്ങളുടെ കാര്യം കൂടി നോക്കണം. ഞാൻ മറ്റുള്ളവൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ ജീവിക്കണ്ടേ എന്ന് പറയുന്ന നിങ്ങൾ തന്നെ മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഏതായാലും ഞാൻ മാതാവിനോ ആർക്കോ മെഴുകുതിരി കത്തിച്ചോട്ടെ, എൻ്റെ കാര്യമാണ്. നിങ്ങളതോർത്ത് തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. തലപുണ്ണാക്കിയാലേ കൊമ്പ് വരും. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതും വരെ കാത്തിരിക്കണേ. ടാറ്റാ.